ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂബ്രിക്കൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ക്ലൗഡ് പോയിന്റ് ആണ്. നമ്മൾ ഓൾറെഡി ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ് ആൻഡ് വിസ്കോസിറ്റി ഇൻഡെക്സ് കണ്ടു. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് ക്ലൗഡ് പോയിന്റ്. സോ ക്ലൗഡ് പോയിന്റ് ഓഫ് എ ലൂബ്രിക്കന്റ് ഈസ് temperature at which it first becomes cloudy or hazy due to formation of wax crystals. ഒരു ലൂബ്രിക്കന്റിന്റെ ടെമ്പറേച്ചർ കുറയുമ്പോൾ അല്ലെങ്കിൽ തണുപ്പിക്കുമ്പോൾ അത് ക്ലൗഡി അല്ലെങ്കിൽ ഹേസി ആവുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലൗഡ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൂബ്രിക്കന്റിന്റെ ടെമ്പറേച്ചർ കുറച്ച് വരുമ്പോൾ അവിടെ വാക്സ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ തുടങ്ങും. അതായത് ലൂബ്രിക്കന്റ് കോൾഡ് കണ്ടീഷനിൽ വരുമ്പോൾ വാക്സ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ആ ഒരു വാക്സ് ക്രിസ്റ്റൽസിന്റെ ഫോർമേഷൻ തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് ടെമ്പറേച്ചർ ആണ് നമ്മൾ ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. So cloud point indicates likelihood of a lubricant failing to function properly in cold conditions. അപ്പോൾ ചെറിയ ടെമ്പറേച്ചറിൽ പോലും ഇങ്ങനെ ക്ലൗഡിനെസ് അല്ലെങ്കിൽ ഹേസിനെസ് കാണിക്കുന്ന ലൂബ്രിക്കൻ്റ് ആണെങ്കിൽ നമുക്കത് കോൾഡ് കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലൗഡ് പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ക്ലൗഡ് പോയിന്റ്? അപ്പോൾ അപ്പിയറൻസ് വൈസ് വെൻ ആൻ ഓയിൽ ഈസ് കൂൾഡ് ഫസ്റ്റ് സൈൻ ഓഫ് വാക്സ് ഫോർമേഷൻ ലീഡ്സ് ടു ക്ലൗഡി ഓർ ഹേസി അപ്പിയറൻസ്. അപ്പോൾ ആദ്യം ഒരു വാക്സ് ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ക്ലൗഡി അല്ലെങ്കിൽ ഹേസി അപ്പിയറൻസ് ഉണ്ടാവും. അതാണ് നമ്മുടെ ക്ലൗഡ് പോയിന്റ്. അതിന് കോസസ് എന്തൊക്കെയാണ്? സെപ്പറേഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ ഓഫ് കോമ്പണൻസ് ദാറ്റ് ടെൻഡ് ടു സോളിഡിഫൈ സച്ച് ആസ് വാക്സസ് കോസ് ദിസ് ഹേസിനെസ്. അപ്പോൾ വാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഓയിലുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ തന്നെ അവയുടെ ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ ലൂബ്രിക്കന്റിന് ഒരു ക്ലൗഡിനെസ് ഉണ്ടാവുന്നത്. ദെൻ സിഗ്നിഫിക്കൻസ്. ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ഇൻഡിക്കേറ്റർ ഫോർ കോൾഡ് ടെമ്പറേച്ചർ പെർഫോമൻസ് ബിക്കോസ് സോളിഡിഫൈഡ് വാക്സസ് ക്യാൻ ഹിൻഡർ ലൂബ്രിക്കൻസ് ഫ്ലോ ആൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വാക്സ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലൂബ്രിക്കന്റെ ഫംഗ്ഷൻ, സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് തടയും. അതുകൊണ്ട് നമുക്ക് ക്ലൗഡ് പോയിന്റ് യൂസ് ചെയ്തിട്ട് ഒരു ലൂബ്രിക്കന്റ് എത്രമാത്രം കോൾഡ് കണ്ടീഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ഫിൽറ്റർ ആൻഡ് ഇഞ്ചക്ടർ ക്ലോഗിങ്, അതായത് ക്രിസ്റ്റലൈസ്ഡ് വാക്സസ് ഫിൽറ്റേഴ്സിൽ അതുപോലെ എൻജിൻസിലൊക്കെ തടസ്സം ഉണ്ടാക്കാൻ കാരണമാവും. സോ റെഡ്യൂസ്ഡ് ലൂബ്രിക്കേഷൻ ഓൾസോ. അപ്പോൾ ഇങ്ങനെ വാക്സ് ഫോം ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്ലൗഡിനെസ് ഫോം ചെയ്യുമ്പോൾ ഒരു ബ്ലോക്കേജ് ഉണ്ടാവും. അതുവഴി ആ ഒരു ലൂബ്രിക്കേഷന്റെ കപ്പാസിറ്റി ആ ലൂബ്രിക്കന്റിന് കുറഞ്ഞു പോകുന്നു. സോ when a lubricant may stop effectively lubricating moving parts, so that ആ ഒരു ലൂബ്രിക്കന്റിന്റെ ഫംഗ്ഷൻ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. then application in cold conditions. So knowing the cloud point helps determine lowest safe operating temperature for a lubricant in cold environments, ensuring it remains effective. അപ്പോൾ കോൾഡ് കണ്ടീഷനിലൊക്കെ നമുക്ക് ലൂബ്രിക്കൻസ് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലൗഡ് പോയിന്റ്, ചെറിയ ക്ലൗഡ് പോയിന്റ് ഉള്ള ലൂബ്രിക്കൻസിന്റെ കേസിൽ പെട്ടെന്ന് തന്നെ ക്ലൗഡിനെസ് ഉണ്ടാവും. അപ്പോൾ ആ ലൂബ്രിക്കന്റ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ക്ലൗഡ് പോയിന്റ് നോക്കിയിട്ട് നമുക്ക് ഓരോ കണ്ടീഷൻ അനുസരിച്ച് ഏത് ലൂബ്രിക്കന്റ് യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ക്ലൗഡ് പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റും. സോ ക്ലൗഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് മെഷേർഡ് ബൈ സ്ലോലി കൂളിംഗ് എ ക്ലീൻ transparent sample in a test jar when visually inspecting it at regular temperature intervals for the first sign of a cloudy or hazy appearance caused by wax crystal formation. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ട്യൂബിൽ നമ്മുടെ ലൂബ്രിക്കൻ്റ് എടുക്കും. ദെൻ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരും, അതായത് കൂൾ ചെയ്യും. അപ്പോൾ എപ്പോഴാണോ ആ ഒരു റെഗുലർ ടെമ്പറേച്ചർ ഇന്റർവെല്ലിൽ നമ്മൾ ആ ക്ലൗഡിനെസ് പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു ടെമ്പറേച്ചർ നോക്കിയിട്ട് അതായിരിക്കും ആ ലൂബ്രിക്കന്റിന്റെ കറസ്പോണ്ടിങ് ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്കൊരു ലൂബ്രിക്കന്റിന്റെ ക്ലൗഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് പോർ പോയിന്റ്. പോർ പോയിന്റ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലൂബ്രിക്കന്റ് വിൽ ഫ്ലോ ഓർ pour under specific defined test conditions indicating its low temperature performance and suitability for cold environments. അപ്പോൾ ക്ലൗഡ് പോയിന്റിന് പോലെ തന്നെയുള്ള മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് പോർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്പെസിഫിക് ഡിഫൈൻഡ് ടെസ്റ്റ് കണ്ടീഷൻസിൽ ആ ഒരു ലൂബ്രിക്കന്റ് പോർ ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ആ ഒരു ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ് അതിന്റെ പോർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലൂബ്രിക്കൻസ് വിത്ത് ലോവർ പോർ പോയിന്റ്സ് ഫ്ലോ ബെറ്റർ ഇൻ ദി കോൾഡ്, ക്രൂഷ്യൽ ഫോർ പ്രൊട്ടക്ടിങ് എഞ്ചിൻ കോമ്പണൻറ്റ്സ് ഡ്യൂറിങ് കോൾഡ് സ്റ്റാർട്ട്സ്. അതായത് ലോവർ പോർ പോയിന്റ് ഉള്ള ലൂബ്രിക്കൻസിന്റെ കേസിൽ എങ്ങനെയാണ്? കോൾഡ് കണ്ടീഷനിലും നന്നായിട്ട് ഫ്ലോ ചെയ്യും. അല്ലാത്ത കേസിൽ ചിലപ്പോൾ ചെറിയൊരു തണുപ്പ് വരുമ്പോഴേക്കും നമ്മുടെ ലൂബ്രിക്കൻസിന്റെ ഫ്ലോ അവിടെ നിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ലൂബ്രിക്കൻസിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ലോവർ പോർ പോയിന്റ് ഉള്ള ലൂബ്രിക്കൻസ് ആണ് നന്നായിട്ട് കോൾഡ് കണ്ടീഷനിൽ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ലോവർ പോർ പോയിന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? കുറഞ്ഞ ടെമ്പറേച്ചറിൽ മാത്രമേ അവരുടെ ആ ഒരു പോർ പോയിന്റിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 ലൂബ്രിക്കൻസ് ഉണ്ട്. ഒരെണ്ണത്തിന്റെ പോർ പോയിന്റ്
20 ഡിഗ്രി സെൽഷ്യസും മറ്റൊന്നിൻ്റെ പോർ പോയിന്റ് -20 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ ഏതായിരിക്കും നല്ലത്? -20 ഡിഗ്രി സെൽഷ്യസ് പോർ പോയിന്റ് ഉള്ളതായിരിക്കും നല്ലത്. കാരണം എന്താണ്? അവരുടെ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ലൂബ്രിക്കൻറ്റ് കൂടുതൽ നല്ലതായിരിക്കും. -20 ഡിഗ്രി സെൽഷ്യസ് ആയാൽ മാത്രമേ നമ്മുടെ ലൂബ്രിക്കൻറ്റിൻ്റെ ആ ഒരു ഫ്ലോനെസ് കുറയുള്ളൂ. പക്ഷെ ഇവിടെ ഫസ്റ്റ് ലൂബ്രിക്കൻ്റ് ആണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് വന്നപ്പോൾ തന്നെ ആ ഒരു ഫ്ലോ ഓഫ് ലൂബ്രിക്കൻറ്റ് തടഞ്ഞു. അപ്പോൾ ലൂബ്രിക്കൻറ്റിൻ്റെ ഫംഗ്ഷൻ ശരിക്കും നടക്കില്ല. അപ്പോൾ എപ്പോഴും ലോവർ പോർ പോയിന്റ് ഉള്ള ലൂബ്രിക്കൻ്റ് ആയിരിക്കും നല്ലത്. ഓക്കെ, സോ പോർ പോയിന്റ് ഹെൽപ്സ് പ്രെഡിക്റ്റ് ലൂബ്രിക്കൻസ് ആപ്ലിക്കബിലിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ കോൾഡ് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുന്ന കണ്ടീഷനിൽ ഒരു ലൂബ്രിക്കൻ്റ് ആപ്ലിക്കബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. അതുപോലെ ലോവർ ടെമ്പറേച്ചറിൽ ഒരു ലൂബ്രിക്കൻ്റ് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി പോർ പോയിന്റ്, ക്ലൗഡ് പോയിന്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ലോവർ പോർ പോയിന്റ് ഉള്ളതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഇപ്പോൾ -20 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു മാക്സിമം ചെറിയ വാല്യൂവിൽ മാത്രമേ ഒരു ലൂബ്രിക്കൻറ്റിന്റെ പോർ പോയിന്റ് എത്തുള്ളൂ എങ്കിൽ ആ ലൂബ്രിക്കൻ്റ് അത്രയും സമയം സ്റ്റേബിൾ ആയിരിക്കും, അതിന്റെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഇനി പോർ പോയിന്റ് വളരെ ഒത്തിരി കുറവല്ലാത്ത അല്ലെങ്കിൽ കൂടിയ പോർ പോയിന്റ് ഉള്ള ഒരു ലൂബ്രിക്കൻ്റ് എന്ന് പറയുമ്പോൾ ആ ലൂബ്രിക്കൻ്റ് ആ സർട്ടൻ ടെമ്പറേച്ചറിൽ തന്നെ ഫ്ലോ നിൽക്കും. അതാണ് പോർ പോയിന്റിന്റെ വ്യത്യാസം. അപ്പോൾ ക്ലൗഡ് പോയിന്റ് അതുപോലെ തന്നെയാണ്. ഒരു ലൂബ്രിക്കൻറ്റിന്റെ ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ അത് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ മാത്രമേ ക്ലൗഡിനെസ് അപ്പിയർ ചെയ്യുള്ളൂ. ഇനി ഒരു ലൂബ്രിക്കൻ്റെ ക്ലൗഡ് പോയിന്റ് കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൂടിയ ടെമ്പറേച്ചറിൽ തന്നെ ക്ലൗഡിനെസ് അപ്പിയർ ചെയ്യും. അപ്പോൾ പോർ പോയിന്റും ക്ലൗഡ് പോയിന്റും എപ്പോഴും ലോവർ വാല്യൂ ഉള്ള ലൂബ്രിക്കൻസ് ആണ് നല്ലത്. ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും കൂടുതൽ വാല്യൂ ഉള്ളതാണ് നല്ലത്. ഓക്കെ, so a lubricant with an optimized pour point ensures proper flow even in very cold conditions. വളരെ ചെറിയ ടെമ്പറേച്ചറിൽ, ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ വെരി ലോ കോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ പോലും ഫ്ലോ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ പോർ പോയിന്റ് കുറവുള്ള ഒരു ലൂബ്രിക്കൻ്റ് ആണെങ്കിൽ നമുക്കത് കൂടുതൽ ആപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, ഇനി പോർ പോയിന്റ് മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റിൽ ഈ ASTM D97 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സാമ്പിൾ ഓഫ് ലൂബ്രിക്കൻ്റ് കൂൾ ചെയ്യാണ് ഒരു വെസലില് പീരിയോഡിക്കലി ടിൽറ്റ്. അതായത് നമ്മൾ ഒരു വെസൽ എടുക്കുന്നു, എന്നിട്ട് ആ വെസൽ ഇങ്ങനെ ചെരിക്കുകയാണ് ചെയ്യുന്നത്, ടിൽറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പോർ പോയിന്റ് എന്ന് പറയുന്നത് ഓയിൽ ഷോസ് നോ മൂവ്മെന്റ് ഫോർ 5 seconds വെൻ ദി സാമ്പിൾ കണ്ടെയ്നർ ഇസ് ഹെൽഡ് ഹൊറിസോണ്ടലി. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിലൊക്കെ കുറച്ച് ഏതെങ്കിലും ഒരു ലൂബ്രിക്കൻ്റ് എടുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചരിക്കുന്നതിനനുസരിച്ച് ഫ്ലോ കൂടും അല്ലേ. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ ഹൊറിസോണ്ടലി പിടിക്കുകയാണെങ്കിൽ ആ ലൂബ്രിക്കൻ്റ് താഴേക്ക് പോകും. പക്ഷേ ഇങ്ങനെ നമ്മൾ വളരെ പതിയെ പതിയെ ടിൽറ്റ് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ എടുത്തിരിക്കുന്ന ട്യൂബ് കൂൾ ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് ഓയിലിൻ്റെ ആ ഒരു ഫ്ലോയ്ക്ക് കുറവുണ്ടാവുന്നു. അങ്ങനെ എപ്പോഴാണോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരുമ്പോൾ ഓയിൽ പിന്നെ മൂവ് ചെയ്യില്ല. ഒരു 5 seconds സമയത്തേക്ക് ഇത് മൂവ് ചെയ്യാതെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, നോ മൂവ്മെന്റ്. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ പോർ പോയിന്റ് ആയിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലൗഡ് പോയിന്റും പോർ പോയിന്റും ഏകദേശം സിമിലർ ആണെന്ന് നമുക്ക് തോന്നും. ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം, ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൂബ്രിക്കൻ്റ് കൂൾ ചെയ്യുമ്പോൾ വാക്സ് ക്രിസ്റ്റൽസ് അപ്പിയർ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ ആണ് ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി പോർ പോയിന്റ് എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓയിൽ ജെൽസ് ആൻഡ് ലോസസ് ഇറ്റ്സ് എബിലിറ്റി ടു ഫ്ലോ. അപ്പോൾ ഒരു ഓയിലിന്റെ ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി തടയുന്ന പോയിന്റ് ആണ് പോർ പോയിന്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും ക്ലൗഡ് പോയിന്റിനേക്കാളും ഒരു 3 to 5 ഡിഗ്രി സെൽഷ്യസ് താഴെയായിരിക്കും. ഓക്കെ, ക്ലൗഡിനെസ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലൂബ്രിക്കൻസ് ഫ്ലോ ചെയ്യും. ദെൻ അതിനേക്കാൾ ചെറിയ ടെമ്പറേച്ചറിൽ വരുമ്പോഴാണ് പോർ പോയിന്റ്, അതായത് ആ ഒരു ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാവുന്ന പോയിന്റ് വരുന്നത്. നെക്സ്റ്റ് അനിലീൻ പോയിന്റ്. അനിലീൻ പോയിന്റ് എന്ന് പറയുന്നത് മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഈക്വൽ വോളിയൂംസ് ഓഫ് അനിലീൻ ആൻഡ് ലൂബ്രിക്കൻ്റ് ഓയിൽ ബിക്കംസ് കംപ്ലീറ്റ്ലി മിസിബിൾ ഫോമിങ് എ സിംഗിൾ ഫേസ്. അപ്പോൾ നമ്മുടെ ലൂബ്രിക്കൻറ്റും അനിലീനും നമ്മൾ എടുക്കുക. അനിലീൻ എന്ന് പറയുന്നത് ബെൻസീൻ റിംഗിലെ NH2 ഉള്ളതാണെന്ന് നമുക്കറിയാം. ബെൻസീൻ റിംഗിലെ NH2 ഉള്ളത്, ഇതാണ് നമ്മുടെ അനിലീൻ എന്ന് പറയുന്നത്. അപ്പോൾ അനിലീനും നമ്മുടെ ലൂബ്രിക്കൻ്റെ എടുക്കുമ്പോൾ ഇത് രണ്ടും മിസിബിൾ ആവുന്ന മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് അനിലീൻ പോയിന്റ്. സോ ഇറ്റ് സെർവ്സ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ഓയിൽസ് അരോമാറ്റിക് കോണ്ടന്റ്. ആസ് എ ഹയർ അനിലീൻ പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ലോവർ കോണ്ടന്റ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പോൾ അനിലീൻ അരോമാറ്റിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ലൂബ്രിക്കൻറ്റും അരോമാറ്റിക് ആണെങ്കിൽ രണ്ടും ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ പരസ്പരം മിസിബിൾ ആവും. രണ്ടിൻ്റെയും ക്യാരക്ടർ സിമിലർ ആയതുകൊണ്ട് അനിലീനും നമ്മുടെ ലൂബ്രിക്കൻറ്റും ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ മിസിബിൾ ആവും. ആ പോയിന്റ് ആണ് നമ്മുടെ ശരിക്കും അനിലീൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടുപേരുടെയും ക്യാരക്ടർ സിമിലർ ആണെങ്കിൽ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ രണ്ടും മിസിബിൾ ആവും. ഇനി
ലൂബ്രിക്കന്റിന്റെയും അനിലീന്റെയും ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടെങ്കിൽ ഹയർ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യേണ്ടി വരും അനിലീനും ലൂബ്രിക്കന്റും വിസിബിൾ ആവാൻ. ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് അനിലീൻ പോയിന്റ്. സോ ഇറ്റ് സെർവ്സ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഓയിൽസ് അരോമാറ്റിക് കോണ്ടന്റ്. എത്രത്തോളം അരോമാറ്റിക് കോണ്ടന്റ് ഒരു ലൂബ്രിക്കന്റിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ അനിലീൻ പോയിന്റ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അരോമാറ്റിക് കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ അനിലീനും അരോമാറ്റിക് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അരോമാറ്റിക് കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ അനിലീനുമായിട്ട് പെട്ടെന്ന് മിക്സ് ആവും. അതായത് നമ്മുടെ തന്നെ ക്യാരക്ടർ ഉള്ള ഒരാളെ കണ്ടാൽ നമ്മൾ അയാളുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പിലാവുന്നത് പോലെ അരോമാറ്റിക് കണ്ടന്റ് ആണ് നമ്മുടെ ലൂബ്രിക്കന്റിൽ ഉള്ളതെങ്കിൽ രണ്ടുപേരും പെട്ടെന്ന് മിക്സ് ആവും. ഇനി നമ്മുടെ ലൂബ്രിക്കന്റിൽ അരോമാറ്റിക് കണ്ടന്റ് കുറവാണെങ്കിൽ മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. അതായത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് അനിലീൻ പോയിന്റ് എന്ന് പറയുന്നത്. ദിസ് പ്രോപ്പർട്ടി ഈസ് ക്രൂഷ്യൽ ബിക്കോസ് ഹൈ അരോമാറ്റിക് കോണ്ടന്റ് ക്യാൻ ലീഡ് ടു ഗ്രേറ്റർ ഡെട്രിമെന്റൽ എഫക്ട്സ് ഓൺ റബ്ബർ സീൽഡ് ആൻഡ് അതർ കോമ്പോണന്റ്സ് ദാറ്റ് കം ഇൻ കോൺടാക്ട് വിത്ത് ഓയിൽ. അപ്പോൾ അരോമാറ്റിക് കണ്ടന്റ് വളരെ കൂടുതലുള്ള ലൂബ്രിക്കന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഈ റബ്ബർ സീൽസിനും നമ്മുടെ മെഷീനുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന കമ്പോണൻസിനും ഒക്കെ എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും അരോമാറ്റിക് കണ്ടന്റ് കുറവുള്ള ലൂബ്രിക്കന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ അരോമാറ്റിക് കണ്ടന്റ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അനിലീനുമായിട്ട് ഏത് ടെമ്പറേച്ചറിലാണ് മിസിബിൾ ആവുന്നതെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഇറ്റ് മീൻസ് ഫോർ ലൂബ്രിക്കൻസ്. അരോമാറ്റിക് കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? അനിലീൻ പോയിന്റ് ഇസ് എ പ്രോക്സി ഫോർ ഓയിൽസ് അരോമാറ്റിസിറ്റി. അനിലീൻ പോയിന്റ് കൂടുതലാണെങ്കിൽ അരോമാറ്റിക് കണ്ടന്റ് കൂടുതലായിരിക്കും. അനിലീൻ പോയിന്റ് കുറവാണെങ്കിൽ, അതായത് രണ്ടിന്റെ മിസിബിൾ ചെയ്യുന്ന ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അനിലീൻ പോയിന്റ് കുറവായിരിക്കും. അപ്പൊ അരോമാറ്റിക് കണ്ടന്റും കുറവായിരിക്കും. Then solubility. Lower aniline point generally suggests higher solubility of base oil components. Lower aniline point എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞ ടെമ്പറേച്ചറിൽ അനിലീനുമായിട്ട് ലൂബ്രിക്കന്റ് മിക്സ് ആവുന്നു. അതിനർത്ഥം സോലിബിലിറ്റി കൂടുതലാണ്, അതായത് സബ്സ്റ്റൻസിന് നമ്മുടെ ലൂബ്രിക്കന്റിന് അരോമാറ്റിക് ക്യാരക്ടർ കൂടുതലാണ്. സോ കോമ്പാക്ടിബിലിറ്റി വിത്ത് റബ്ബർ. ഓയിൽസ് വിത്ത് ഹൈ അനിലീൻ പോയിന്റ്. ഹൈ അനിലീൻ പോയിന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഹയർ ടെമ്പറേച്ചറിൽ മാത്രമേ മിസിബിൾ ആവുള്ളൂ. അതായത് അനിലീനുമായിട്ട് സിമിലർ അല്ല, അരോമാറ്റിക് കണ്ടന്റ് കുറവാണ്. അങ്ങനെയുള്ള കേസിൽ അത്തരത്തിലുള്ള ലൂബ്രിക്കൻസ് ആണ് മോർ ഡിസൈറബിൾ ആയിട്ടുള്ളത്. അതായത് റബ്ബർ സീൽസ്, പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത് ലോവർ അരോമാറ്റിക് കണ്ടന്റ് ഉള്ള, അല്ലെങ്കിൽ അനിലീനുമായിട്ട് ഹൈ അനിലീൻ പോയിന്റ് ഉള്ള, അനിലീനുമായിട്ട് പെട്ടെന്ന് മിക്സ് ആവാത്ത ലൂബ്രിക്കൻസ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് അനിലീൻ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? ഈക്വൽ വോളിയൂംസ് ഓഫ് ഓയിലും അനിലീനും കൂടി ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക, ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളത് കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കും, അതായത് ഇളക്കിക്കൊണ്ടിരിക്കും. അതൊരു സിംഗിൾ ഹോമോജീനിയസ് സൊല്യൂഷൻ ആവുന്നവരെ. അതായത് ഇപ്പോൾ വെള്ളവും എണ്ണയും നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ടും രണ്ടായിട്ട് കിടക്കും അല്ലേ? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടി വേണമെങ്കിൽ ഒന്നാവാം. അതുപോലെ അനിലീനും നമ്മുടെ ലൂബ്രിക്കന്റ് ഓയിൽ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. രണ്ട് സൊല്യൂഷൻസും രണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, പരസ്പരം വലിയ അട്രാക്ഷൻ ഒന്നും ഇല്ലാതെ. ഇനി നമ്മൾ ഹീറ്റ് ചെയ്ത് കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരുമ്പോൾ അനിലീൻ ഏതാ ഓയിൽ ഏതാണ് തിരിച്ചറിയാത്ത പോലെ രണ്ടും കൂടി ഹോമോജീനിയസ് ആവും. ഒരേപോലത്തെ ആ ഒരു സ്ട്രക്ചർ വരും. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിന് നമ്മൾ പറയുന്നത് ദെൻ നമ്മൾ ഇപ്പോൾ ഹോമോജീനിയസ് സൊല്യൂഷൻ ആയി കഴിഞ്ഞില്ല. ഇനി നമ്മൾ ഹീറ്റ് റിമൂവ് ചെയ്തിട്ട് മിക്സറിനെ കൂൾ ചെയ്യും. എന്നിട്ട് ടെമ്പറേച്ചർ അറ്റ് വിച്ച് മിക്സ്ചർ ബിഗൈൻസ് ടു സെപ്പറേറ്റ് ഇൻടു ടു ഡിസ്റ്റിങ്ക്ട് ഫേസസ് റെക്കോർഡഡ്. അതിനെയാണ് അനിലീൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്ത് രണ്ടിനെയും കൂടി ഹോമോജീനിയസ് മിക്സർ ആക്കി. ഇപ്പൊ രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇത് കൂൾ ചെയ്യും. കൂൾ ചെയ്ത് കഴിയുമ്പോൾ കൂൾ ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരുമ്പോൾ വീണ്ടും പഴയപടിയാവും. ആ ടെമ്പറേച്ചർ ആണ് അനിലീൻ പോയിന്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ അനിലീൻ പോയിന്റ് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതല്ല. അനിലീനും ലൂബ്രിക്കന്റും കൂടി മിക്സ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു, രണ്ടും ഹോമോജീനിയസ് സൊല്യൂഷൻ ആവുന്ന ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നു. ദെൻ അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്യിപ്പിച്ച് ആ ഒരു ഹെട്രോജീനിയസ് മിക്സറായിട്ട് രണ്ടും രണ്ടായി മാറുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. ആ ടെമ്പറേച്ചർ ആയിരിക്കും അനിലീൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഇപ്പൊ നമ്മൾ പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ഒരു സബ്സ്റ്റൻസിന്റെ അനിലീൻ പോയിന്റ് എപ്പോഴും കൂടുതലായിരിക്കണം. അതായത് അനിലീനുമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കുറവായിരിക്കണം. അതായത് അരോമാറ്റിക് കണ്ടന്റ് കുറവായിരിക്കണം. എങ്കിലേ നമുക്കത് ഗുഡ് ലൂബ്രിക്കന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ക്ലൗഡ് പോയിന്റ്, പോർ പോയിന്റ് ഒക്കെ വാല്യൂസ് എങ്ങനെയായിരിക്കണം? കുറവായിരിക്കണം. പക്ഷെ ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ് ഒക്കെ കൂടുതലായിരിക്കണം. അപ്പൊ പെട്ടെന്ന് തീ പിടിക്കാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ലൂബ്രിക്കൻസ്. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ടാണ് നമ്മളൊരു ലൂബ്രിക്കന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് മെഷർ ചെയ്യുന്നത്.